നമസ്കാരം. നേഷൻ ഫസ്റ്റ് ചാനലിലെ ഇന്നത്തെ അതിഥി കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായിട്ടുള്ള പ്രിയ വിനോദ്. മാഡം നമസ്കാരം. നമസ്കാരം മാഡം, നമ്മൾ ഇന്ന് ഈ ദിവസത്തെ ഒരു പ്രഭാതത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഇന്നിപ്പോൾ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് ശരിക്കും അതിശയം തോന്നിയ ഒരു വാർത്തയാണ് ഈ പറയുന്ന പോലെ പയ്യന്നൂർ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് CPM എന്ന് പറയുന്ന പാർട്ടി അംഗം, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആണെന്ന് തോന്നുന്നു, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ എന്ന ഒരു വയോധികൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കർമ്മം, ആ പുസ്തകം പ്രകാശനം ചെയ്ത് ജോസഫ് സി മാത്യു എന്ന് പറയുന്ന IT വിദഗ്ധൻ, BSന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ആളാണ് ജോസഫ് സി മാത്യു, ഇടത് അനുഭാവിയാണ്. അതുപോലെ പുസ്തകം സ്വീകരിച്ചത് അനിൽകുമാർ എന്ന ഒരു ഡീനാണ്. അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകനാണ്. നിരവധി വിദ്യാർത്ഥികളുടെ കുടുംബവുമായിട്ടൊക്കെ തന്നെ അടുപ്പമുള്ള ഒരാളാണ്. മാത്രമല്ല MN വിജയൻ എന്ന ഇടത് അനുഭാവി അല്ലെങ്കിൽ ഇടത് സൈദ്ധാന്തികൻ്റെ മകൻ കൂടെയാണ്. അപ്പോൾ എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, അവർ ഇന്ന് ഒരു റീത്താണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വെച്ചത്. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, കുറച്ച് പൂക്കൾ എനിക്ക് കാഴ്ചയായി അവർ വെച്ചതല്ലേ ഉള്ളൂ, അല്ലാതെ ഞാൻ അതിൽ എന്ത് പറയാനാണ്. അപ്പോൾ ടീച്ചറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന പോലെ 1980-കളിലെ 70-കളിലൊക്കെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ വിരോധം കൊലപാതകങ്ങളിലൂടെയാണ് തീർത്തിട്ടുള്ളത്. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള പറച്ചിലല്ലേ? അതും ഈ നൂറ്റാണ്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന അവസരത്തിൽ, അതും കണ്ണൂരുകാരനായ ഒരു മുഖ്യമന്ത്രി. എന്താ ടീച്ചറിന് തോന്നുന്നത്? ഈ പറയുന്ന പോലെ ഈ പാർട്ടി ഇപ്പോഴും സഞ്ചരിക്കുന്നത് ഏത് യുഗത്തിലാണ്? തീർച്ചയായിട്ടും നമ്മള് വളരെ ഫാസ്റ്റായി കടന്നു പോകുന്ന ഏറെ മാറ്റങ്ങളും വിജ്ഞാന വിസ്ഫോടനവും മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കാലമാണ്. പുതിയ തലമുറ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായ വികസനങ്ങളിൽ കാണുകയും അതിൽ വളരുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ്. പക്ഷേ CPM എന്ന പാർട്ടി കേരളത്തിലെ യുവജനങ്ങളെയും കുട്ടികളെയും നമ്മൾ ഉൾപ്പെടെയുള്ള ഈ ഒരു തലമുറയെ വളരെയധികം നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരൊരിക്കലും ആ ഒരു ഇരുണ്ട ഇടനാഴിയിൽ നിന്നും അവർ വളരുന്നില്ല. അവർക്ക് അവരെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവർ ഇരുളിലാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെയുണ്ട്. അവർക്ക് വെളിച്ചം എന്താണെന്ന് അറിയില്ല. വെളിച്ചത്തെ ഭയപ്പെടുന്നവരാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ പറയാറില്ലേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഇപ്പോഴും രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM. എന്തിന്? രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച് അതുപോലും, അതായത് ശവന്തീനികളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് CPMലുള്ളത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇപ്പോഴും കാണുകയും ഈ കാലത്തും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും അത്തരമൊരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ്. അതിനുള്ളിലെ പ്രതികളിൽ ഒരാളായ, അല്ലെങ്കിൽ വളരെ വ്യക്തമായി എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പേര് ഉണ്ട്. അദ്ദേഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലയാളി നാട് ഭരിക്കുമ്പോൾ എന്തായിരിക്കും സാർ പ്രതീക്ഷിക്കേണ്ടത്? എന്ത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ ഈ കാണുന്ന, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പഴയ വിജയനും പുതിയ വിജയനും എന്ന്. പഴയ വിജയൻ ആരായിരുന്നു? പുതിയ വിജയനും മറ്റ് പരിണാമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ മനുഷ്യൻ കുറച്ച് പ്രായം വന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്ത് വ്യത്യാസമാണ്? ഊരിപ്പിടിച്ച വാളിനടിയിലൂടെ നടന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഇപ്പോ BGM ഒക്കെ കൊടുത്ത് CPM സൈബർ രംഗത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ വിജയൻ അദ്ദേഹം തന്നെ നയിക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കമ്പനിയായി, അദ്ദേഹം ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന ഒരു സമയം, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് എന്ത് പറയാനാണ്, ആ സ്ഥാനം അലങ്കരിക്കാൻ ഒന്നുകൊണ്ടും യോഗ്യനല്ലാത്ത ഒരു മനുഷ്യൻ നമ്മളെ എല്ലാവരെയും പിന്നിലേക്ക്, സംസ്ഥാനത്തെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരാള്. അവർക്ക് അങ്ങനെയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ പഴയ വിജയനിൽ നിന്നും പുതിയ വിജയൻ എന്ന് പറയുന്നത് വെറും ഒരു ഫേക്കാണ്, ഒരു ഫേക്ക് ഐഡന്റിറ്റി മാത്രമാണ്. ഈ പഴയ വിജയൻ തന്നെയാണ് ഇന്നും ഇവിടെ വാഴുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതീകാത്മകമായി ഒരു പുസ്തകം, അതിന്റെ പ്രകാശനവും അത് ഏറ്റുവാങ്ങിയത് പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനൊരു റീത്ത് കൊണ്ടുവയ്ക്കണമെങ്കിൽ ആ പഴയ വിജയന് മാത്രമേ സാധിക്കുകയുള്ളൂ. പഴയ വിജയൻ നേതൃത്വം കൊടുക്കുന്ന, ഇന്നും വളർത്തിക്കൊണ്ടുവരുന്ന അത്തരം CPMകാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
ശരിക്കും പറഞ്ഞാല് നമ്മൾ നേരത്തെ നിരവധി സമരങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. സാർ ഓർക്കുന്നുണ്ടാവും, കോളേജ് പ്രിൻസിപ്പൽ ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന് റീത്ത് വെച്ചവരാണ്. ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന് ശവക്കുഴി തോണ്ടിയവരാണ് SFIക്കാർ. അവരുടെ ചെറിയ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ മുതൽ അവർ കൊച്ചു സ്കൂൾ കുട്ടികളെ സ്കൂളിൽ പോലും അവർ അക്രമ രാഷ്ട്രീയമാണ് പഠിപ്പിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിലൂടെ, അക്രമത്തിലൂടെ, ലഹരിയിലൂടെ, മോശപ്പെട്ട കാര്യങ്ങളിലൂടെ നെഗറ്റീവായിട്ട് ഒരു കുട്ടിയെ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ കൊണ്ടുവരൂ, നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ ഒക്കെ കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ അവർക്കൊരു വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. ഈ നെഗറ്റീവ് കാര്യങ്ങളുടെ ഒരു വല്ലാത്തൊരു വശ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലഹരിയുണ്ട്. അത് കൊടുത്ത് കൊച്ചു കുട്ടികളെ പോലും ആ ലെവലിലാണ് ഇവർ കൊണ്ടുവരുന്നത്. ആ കുട്ടികൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അധ്യാപികയുടെ വസ്ത്രത്തിൽ കരിയോയിൽ ഒഴിക്കുക. ഉണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ അത്തരം ചിത്രങ്ങൾ. ജീവിച്ചിരിക്കുന്ന ടീച്ചർ വരുമ്പോൾ കോളേജിന്റെ മുറ്റത്ത് അവർക്ക് ശവക്കുഴി ഉണ്ടാക്കുക, അവരുടെ അതിനകത്ത് അവരുടെ പേരിൽ റീത്ത് വെക്കുക. ഇതൊക്കെ ചെയ്യുന്നവരാണ് SFIക്കാർ. ഇതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുന്നത് DYFIക്കാരും CPMകാരുമാണ് പുറത്തു നിന്നുകൊണ്ട്. അങ്ങനെയുള്ളവർ പിന്നെ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യും? അവരിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ടീച്ചർ ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രം. പഴയ വിജയൻ തന്നെയാണ്. അതായത് പഴയ വിജയൻ പുതിയ വിജയൻ എന്നൊന്നില്ല. അദ്ദേഹത്തിന് ഒരു ഒറ്റ ശരീരഭാഷയേ ഉള്ളൂ. ആ ശരീരഭാഷയാണ് ഇന്ന് ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ കാണിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ പ്രതീകാത്മകമായി എന്ന് അവർ കരുതുന്ന ഒരു ഈ പറയുന്ന റീത്ത് വെക്കുമ്പോൾ ടീച്ചറിന് തോന്നുന്നില്ല, നമ്മളും പ്രതീകാത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്നെ ശവക്കുഴിക്ക് റീത്ത് വെച്ചു. അവിടെ പാർട്ടി ഇപ്പോൾ ശവക്കുഴിയിലേക്ക് ഇനി വെട്ടി കുഴിച്ചു മൂടിയാൽ മാത്രം മതി എന്ന രീതിയിലേക്കാണ്. കാര്യം നല്ല ഇടത് ചിന്തകരൊക്കെ, നല്ല സഖാക്കളൊക്കെ മാറി ചിന്തിക്കുന്നതിലേക്ക് പോയിരിക്കുന്നു. കാര്യം അത്ര കണ്ട് മടുത്തു. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയൂ. PK ശശി ആരായിരുന്നു? PK ശശി അതെ 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 അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ്. അതെ, ഇപ്പൊ ഈ മണിക്കൂറുകൾ വരുന്ന വാർത്തയാണ്. അതെ, ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്തയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ തൊട്ട് മുമ്പ് ഐഷ പോറ്റി അവിടെ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേർന്നു. പക്ഷേ ടീച്ചറെ, ഞാൻ ഒരു കാര്യത്തിൽ PK ശശിയുടെ കാര്യത്തിൽ അത് നമുക്കൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നെ തുടർന്ന് ഒത്തിരി സംസാരിക്കേണ്ടി വരും. PK ശശിയെ കൂടെ നിർത്തിയതും PK ശശിയെ പാലക്കാട് ഇദ്ദേഹത്തിന് പാർട്ടി പിടിക്കാനും ഉപയോഗിച്ച ഒരാളാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ഒരു ടൂളാണ് ഈ പറയുന്ന ശശി. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. നമുക്കത് പിന്നീട് തുടർന്ന് ഇനിയുള്ള ദിവസങ്ങൾ ടീച്ചറുമായി ഒന്നുകിൽ നമ്മുടെ മറ്റാരെങ്കിലും എനിക്കോ ഇരിക്കണമെന്ന് താല്പര്യമുണ്ട്. അത് ഒന്ന് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ടീച്ചറിനെ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. നമുക്ക് ചോദിക്കാനുള്ളത്, ഈ PR എക്സസൈസിൽ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ MB നികേഷ് കാണിച്ചിരിക്കുന്ന കുറച്ച് ചെയ്ത്തുകളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. MB നികേഷ് എന്ന മാന്യ വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവം സാധാരണക്കാരനാണ്. ഞങ്ങളൊക്കെ കുറേയധികം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളെന്ന രീതിയിൽ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുണ്ട്. ടീച്ചറിന് എന്താ തോന്നുന്നത്? സർ, PR വർക്കിലൂടെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ നിയന്ത്രിക്കാമെന്നും അവർക്ക് വികസനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഒന്നും കൊടുക്കാതെ ആഹാരം കൊടുക്കുന്നതിന് പകരം PR വർക്കിട്ട് പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീൽസ് ഇട്ട് കാണിച്ചാൽ മതിയോ? സാർ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും നടന്നിട്ടുള്ള അഴിമതികൾ എണ്ണി നമുക്ക് പറയാൻ പറ്റും. ഓരോ ജനത്തിനും അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളും നിലനിൽക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളിലുള്ള മന്ത്രിമാർക്കും ഒക്കെ ഇവിടെ PR മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ PR സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ടോ 10 അനൗൺസ്മെന്റ് പോകുന്നത് കൊണ്ടോ പുറത്തിറങ്ങി കഴിയുമ്പോൾ കോടികളുടെ പരസ്യങ്ങൾ കാണുന്നത് കൊണ്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ജീവിതത്തിന് യാതൊരു മാർഗവുമില്ല. അവർക്ക് യാതൊരു വികസനവും ഉണ്ടാവുന്നില്ല. അപ്പോ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ആരോഗ്യ വകുപ്പ് എടുക്കാം. അവിടെ നമുക്ക് വിശ്വസിച്ചൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ ആരോഗ്യ രംഗത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ എത്ര മെഡിക്കൽ കോളേജുകൾ വന്നു, എന്തെല്ലാം വികസനങ്ങൾ വന്നു. അതിനെ തുടർന്ന് ഇവര് അന്ന് കെട്ടിയിട്ടിട്ട് പോയ അല്ലെങ്കിൽ പകുതിയായിട്ടിട്ട് പോയിട്ടുള്ള ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്തതുണ്ട്, ചെയ്യാത്തതുണ്ട്. അങ്ങനെ ചെയ്താൽ പോലും അതിനുള്ളിൽ സൗകര്യങ്ങൾ, ഇതിനൊന്നും ഒരു ക്വാളിറ്റിയോ മേന്മയോ ഇല്ല. ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ഓരോ ദിവസവും കാണുന്നു, കുഞ്ഞു മരിക്കുന്നു, അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ആൾ മരിക്കുന്നു, ഒരു കാലുവേദനയായിട്ട് പോകുമ്പോൾ കൈ മുറിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു അസുഖമായിട്ട് പോകുമ്പോൾ കാല് മുറിക്കുന്നു. ഇങ്ങനെ ഉള്ള നിരവധി ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, ഇതൊന്നും പരിഹരിക്കപ്പെടുന്നത്. ഇത് ജനങ്ങൾക്ക് PR അല്ല വേണ്ടത്, കൃത്യമായ ചികിത്സയാണ് വേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ മരുന്നില്ല, മരുന്നുകൾക്ക് ക്ഷാമമുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള മരുന്നില്ല, അത് വയ്ക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ വൻപിച്ച അഴിമതിയാണ് നടക്കുന്നത്. ഇവർ നേരത്തെ PR വർക്കിലൂടെ ശൈലജ ടീച്ചറിനെ ഉയർത്തിക്കൊണ്ടുവന്നു. അതേ PR വർക്കിലൂടെ തന്നെ അവർ ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ നാണം കെടുത്തി അവരെ ഒതുക്കി വെച്ചു. അടുത്ത് വീണ ജോർജിനെ കൊണ്ടുവന്നു.
ഈ PR വർക്ക് അല്ലാതെ ആരോഗ്യ രംഗത്ത് മറ്റൊന്ന്, ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ PR വർക്ക് നടത്തിയത് കൊണ്ട് മാത്രം ജനങ്ങൾക്ക് യാതൊരു വികസനവും അല്ലെങ്കിൽ ജനങ്ങളുടെ ഞാനൊന്ന് ഇടപെടുകയാണ് ടീച്ചർ. നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള MB നികേഷ് എന്ന് പറയുന്ന മാധ്യമ മേഖലയ്ക്ക് അവർ ഏൽപ്പിച്ച അവരുടെ പഴയ സഖാവിന്റെ മകൻ, അപ്പോൾ കടക്കുപുറത്ത് എന്ന് കോൺഗ്രസിന്റെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയുടെ ക്യാമ്പയിന് പകരം മകനെ നീ തിരിച്ചു വരണ്ട എന്നോ മറ്റോ, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക, ടീച്ചർ ക്ഷമിക്കുക, എനിക്ക് ഇവരുടെ ക്യാമ്പയിന്റെ പേരറിയില്ല. മറ്റത് കടക്കുപുറത്ത് എന്നുള്ളത് അത്ര കണ്ട് നിഘണ്ടുവിൽ നമ്മൾ കേട്ട് ഒട്ടും തന്നെ മലയാള ഭാഷാ നിഘണ്ടുവിൽ നമുക്ക് കേട്ട് പരിചയമില്ലാത്ത കുലംകുത്തിയിലൊക്കെ പെടുന്ന കുലംകുത്തി പോലത്തെ ഒരു വാക്ക് തന്നെയാണ് കടക്കുപുറത്ത്. അപ്പോൾ എൻ്റെ ബലമായ സംശയം MB നികേഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഒരു പരാജയം ആണ് എന്ന്, അതായത് ടീച്ചറും അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന കാലം അടുത്ത് നിന്നെങ്കിലും കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം ഇവിടെ വന്നിട്ട് ശരിക്കും കോൺഗ്രസിന് സഹായമാകുന്ന രീതിയിലേക്ക് പോയി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും എനിക്ക് സംശയമുണ്ട്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് കഴിവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ തീരെ ഒരിക്കലും പറയാൻ കഴിയില്ല. അജ്ഞതയുള്ളവനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇല്ല. പറ്റില്ല. അപ്പോ തീർച്ചയായിട്ടും അവിടെ നിന്നുകൊണ്ട് അവർക്കിട്ട് തോണ്ടുകയാണ് എന്നുള്ളതിൽ ഒരു പക്ഷേ ചിന്തിക്കണം. കാരണം അവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും പിണറായി വിജയന്റെ അവസാനം കാണാൻ, അല്ലെങ്കിൽ ഈ പിണറായി ഭരണത്തിന് പിണറായിസം ഏറ്റവും മോശമായ രീതിയിൽ അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു പടി മുമ്പോട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നികേഷ് കുമാർ എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഇവരുടെ PR വർക്ക് കൊണ്ട് നമുക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളും വാർത്തകളും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ടി വന്ന ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞിട്ടുണ്ട്. അവരോട് രാജിവെക്കരുതെന്ന് പറയണം, അവർ ഇത് തന്നെ തുടരണം, കാരണം എന്റെ PR വർക്ക് ഇപ്പോൾ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമുക്ക് തന്നെ സാധാരണ ഒരാളിൽ നോക്കിക്കാണുന്ന ഒരാളിൽ തന്നെ നമ്മുടെ ഒരു നേതാവ് ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പോസ്റ്റോ ഇവരുടെ ഒരു റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുന്നത്. അതിലൂടെ അതിനുശേഷം നമുക്ക് 10 മടങ്ങ് വർധനവാണ് ഉണ്ടാകുന്നത്. ആ നേതാവിന്റെ ഇമേജ് അങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ PR വിജയൻ എന്ന് തന്നെ നമുക്ക് പേര് പറയാം. കാരണം PR കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ, അതായത് അവരുടെ ഒരു വിശ്വാസം, പൂച്ച കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കുമ്പോൾ പൂച്ച വിചാരിക്കും മറ്റാരും ഇതൊന്നും അറിയത് എന്റെ ലോകമാണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പിണറായി വിജയനും കുറച്ചുപേരും ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പോ നികേഷ് കുമാർ മറ്റൊരു ഇടത്തേക്ക് ചേക്കേറാനുള്ള ശ്രമമാണോ, പിണറായിത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാർ അവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു പരമായ സംശയം തീർച്ചയായും നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട്. ടീച്ചർ, ഞാൻ അദ്ദേഹവുമായി അടുത്ത് ജോലി ചെയ്ത്, ഞാനൊരു 1.5 വർഷക്കാലവും റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. 1.5 വർഷത്തിനടുത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നതാണ്. അതിനുമുമ്പ് അദ്ദേഹം ഇന്ത്യ വിഷൻ ചാനലുണ്ടായിരുന്നു, അവിടെയും ഒരു കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തതാണ്. ടീച്ചർ, എനിക്ക് ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കളുമായി ചങ്ങാത്തമുണ്ട്. ആ ചങ്ങാത്തം ആയിരിക്കുമോ ഒരു വേള അദ്ദേഹം ഇങ്ങനെ മാറി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതെല്ലാം ഇങ്ങനെ ആയിപ്പോയത്? കാര്യം മനസ്സ് പറ്റെടുത്തും പ്രവൃത്തി ഇവിടെ ആകുമ്പോൾ, ഞാൻ ആ നേതാവിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിരവധി നേതാക്കളുമായി അദ്ദേഹം മാധ്യമ മേഖലയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ എല്ലാവരുമായി നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അവിടെയും മനസ്സ് മറ്റിടത്തുമാണ് എന്നുള്ളത് കൂടെ ആയിരിക്കില്ലേ എന്നൊരു സംശയം കൊണ്ടുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. സാർ, അതിപ്പോ നികേഷ് കുമാർ മാത്രമല്ല, CPM എന്ന പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവർ ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും കോട്ടങ്ങളൊക്കെ വന്നാൽ അവർ അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല കാലം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അതൊരു മാനേജ്മെന്റ് വിങ് ആണ്. അതിന്റെ മാനേജർ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കുടുംബം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയ രീതിയിൽ പറയില്ല, എന്റെ കുടുംബം നോക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുന്നത് പോലെ കുടുംബം വളർത്തുന്നതിന് വേണ്ടി മാത്രം അത് ഏത് രീതിയിൽ വളർത്തണം എന്നുള്ളതാണ്. ഒരു രാജ്യം പോലെ, ഒരു സാമ്രാജ്യം തന്നെ സ്വന്തം മകൾക്ക് കെട്ടിപ്പടുത്തു കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പം കോൺഗ്രസ് പാർട്ടി മാത്രം ഇവിടെ മതി എന്ന് ഒരിക്കലും കോൺഗ്രസ് പറയത്തില്ല. ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് യഥാർത്ഥ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വേണം. പക്ഷേ ഇവിടെ ഇന്ന് അതല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിൽക്കുന്ന നികേഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പാരമ്പര്യമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ആ പാരമ്പര്യവും പാതയും ഒക്കെ പിന്തുടർന്നു വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ സഹയാത്രികരുണ്ട്. നികേഷ് കുമാറിനെയൊക്കെ പോലെയുള്ള അടുത്ത തലമുറയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേരും വിഷമത്തിലാണ്. അല്ലെങ്കിൽ മാനസികമായി അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രതികാരം ചെയ്യാൻ ഒക്കെ തോന്നുമായിരിക്കും. പക്ഷെ അവർക്ക് അവരുടെയൊക്കെ ഉള്ളിൽ തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവർ പല രീതിയിലും
കാണിക്കുകയല്ല. അതാ കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ എന്ത് വിഡ്ഢിത്തമാണ്. ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു, പെൻഷൻ കൊടുത്ത പൈസ അത് എനിക്ക് തന്നതാണ്, ഇനി എനിക്കത് കിട്ടത്തില്ല, മറ്റൊരു സർക്കാർ വന്നാൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനിത് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്നു. അടുത്ത നിമിഷം അതേ മനുഷ്യൻ തന്നെ വന്ന് പറയുന്നു എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ്, ഇങ്ങനെയാണ് എന്ന് പറയും. ഇതൊക്കെ എത്രമാത്രം അപഹസിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ജനങ്ങളെല്ലാം തീർച്ചയായിട്ടും. കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയലഭ്യതയാണ് ഒരു വിഷയം. അപ്പോൾ നമ്മളിങ്ങനെ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുന്തോറും ടീച്ചറെ പോലെ കോൺഗ്രസുമായി നമ്മൾ കോൺഗ്രസിൻ്റെ വക്താക്കളായിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മനസ്സുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ കൂടെ, അതായത് കോൺഗ്രസ് പാർട്ടിയോടൊപ്പം പോകുമ്പോഴും അവരെല്ലാം പഴയ സഖാക്കളാണ്. അപ്പോൾ കോൺഗ്രസ്സിലെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാകണം, എങ്കിലേ ഞങ്ങളെ തിരുത്താൻ കഴിയൂ എന്ന് പറയുമ്പോൾ, ഒരു തിരുത്തലായിട്ട് ഒരു മരുന്നിന് കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാകുമോ, അതേ ഇനി അവരും കഴിഞ്ഞു പോകുമോ എന്നൊരു സംശയം ഈ കാലയളവിലുണ്ടെന്ന്. കാരണം ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അല്ലേ അതേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇനിയും നിറയെ നാടകങ്ങൾ. ഇപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് ടീച്ചർ പോയതാണ്. പി.കെ. ശശി എന്ന പിന്നെ ഇവരുടെ തന്നെ ഒരു വലിയ നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇനി പലരും ഈ പാർട്ടിയിൽ നിന്ന്, ശശിയെ എന്നും തീർച്ചയായിട്ടും UDF കൂടെ നിർത്താതിരിക്കുന്നതാണ് ടീച്ചർ നല്ലത്. കാര്യം ശശി എന്താണ് ഏതാണെന്ന് UDFിലെ നേതാക്കൾക്കൊക്കെ അറിയാം. പിന്നെ രാഷ്ട്രീയമല്ലേ, നമുക്ക് കാത്തിരിക്കാം, കാണാം. എന്തായാലും മറ്റു പല പുതിയ വിഷയങ്ങളുണ്ടാകും. വിഷയങ്ങളുമായി ടീച്ചറെ നമ്മൾ കാണുന്നതാണ്. നന്ദി.